ജാതി മത വർഗ വർണ്ണ രാഷ്ട്രീയ വേർതിരിവില്ലാതെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തി അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനായി ബത്തേരി രൂപത 1979 ആരംഭിച്ച സാമൂഹ്യ സേവന സംഘടനയാണ് ശ്രേയസ്. ശ്രേയസിൻ്റെ പ്രവർത്തനങ്ങൾ 1982 മുറമ്പാത്തി യൂണിറ്റിൽ ഫാദർ ലാസർ പുത്തങ്കണ്ടത്തിൻ്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചു. 1986 കർഷക സംഘടന, ക്രെഡിറ്റ് യൂണിയൻ എന്നിവ രൂപീകരിച്ചു. 1992 ഫാം ക്ലബ്, മഹിളാ സമാജം എന്നിവയും രൂപീകരിക്കപ്പെട്ടു. തുടർന്ന് 1998 അയൽക്കൂട്ടങ്ങൾക്ക് രൂപം നൽകിക്കൊണ്ട് ശ്രേയസിൻ്റെ ലക്ഷ്യപ്രാപ്തിക്കായി ഇന്നും പ്രവർത്തിച്ചു വരുന്നു. ബത്തേരി രൂപത കോഴിക്കോട് മേഖല ശ്രേയസ് മുറമ്പാത്തി യൂണിറ്റിൻ്റെ 2025-2026 വർഷത്തെ വാർഷിക റിപ്പോർട്ട്. വാർഷിക പൊതുയോഗം 2025-2026 വർഷത്തെ വാർഷിക പൊതുയോഗം മെയ് 26-ാം തീയതി മുറമ്പാത്തി ശ്രേയസ് ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു. യൂണിറ്റ് ഡയറക്ടർ ഫാദർ മാർട്ടിൻ വെലങ്ങവാറയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം മേഖലാ ഡയറക്ടർ ഫാദർ തോമസ് മണ്ണിത്തോട്ടം ഉദ്ഘാടനം ചെയ്തു. വാർഷിക റിപ്പോർട്ട് ഡിജിറ്റലായി അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന ചർച്ചകൾക്ക് ശേഷം 2025-2026 വർഷത്തേക്കുള്ള കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റ് പ്രിൻസ് പുത്തങ്കണ്ടം, വൈസ് പ്രസിഡന്റ് ബെന്നി വർഗീസ്, സെക്രട്ടറി ജിഷ ജോർജ്, ജോയിന്റ് സെക്രട്ടറി സിമ്മി ജോസഫ്, ട്രഷറർ റോസമ്മ വർഗീസ്. കമ്മിറ്റി അംഗങ്ങൾ ഷീല പീറ്റർ, ആലീസ് ജോസഫ്, ചിന്നമ്മ വർഗീസ്, സിബി ജോൺ എന്നിവരെയും തിരഞ്ഞെടുത്തു. യൂണിറ്റ് ഡയറക്ടർ ശ്രേയസ് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ യഥാസമയങ്ങളിൽ നൽകി യൂണിറ്റിനെ ശാക്തീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്തുവരുന്ന ബഹുമാനപ്പെട്ട മാർട്ടിൻ അച്ഛന് പ്രാർത്ഥനയോടെ നന്ദി രേഖപ്പെടുത്തുന്നു. യൂണിറ്റ് കമ്മിറ്റി യൂണിറ്റിൻ്റെ സുഗമമായ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുത്തുവരുന്ന ഫാദർ മാർട്ടിൻ വെലങ്ങവാറ, മേഖലാ കോർഡിനേറ്റർ, യൂണിറ്റ് പ്രസിഡന്റ്, യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരടങ്ങുന്ന 11 അംഗങ്ങൾ കൂടി ചേർന്നതാണ് യൂണിറ്റ് കമ്മിറ്റി. എല്ലാ മാസവും കൃത്യസമയങ്ങളിൽ കൂടിച്ചേർന്ന് ചർച്ച ചെയ്ത് ശ്രേയസിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ കമ്മിറ്റി മുഖ്യ പങ്കുവഹിക്കുന്നു. യൂണിറ്റ് ഇവാലുവേഷൻ എല്ലാ മാസവും 30-ാം തീയതി മുഴുവൻ സംഘങ്ങളെയും വിളിച്ചു ചേർത്ത് ഒരു മാസത്തെ സംഘതല പ്രവർത്തനങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ എന്നിവ ചർച്ച ചെയ്യുകയും കൃത്യമാക്കുകയും ചെയ്യുന്നതിനുള്ള എല്ലാ പ്രവർത്തനവുമാണ് യൂണിറ്റ് ഇവാലുവേഷൻ. യൂണിറ്റ് പ്രവർത്തക ശ്രേയസിൻ്റെ യൂണിറ്റ് പ്രവർത്തനങ്ങൾക്ക് കമ്മിറ്റിയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നതിന് CDO ഇന്ദിരാ ദിവാകരൻ അത് ആത്മാർത്ഥമായി സേവനം അനുഷ്ഠിച്ചു വരുന്നു. സ്വാശ്രയ സംഘം സാമൂഹിക കൂട്ടായ്മയിലൂടെ സാധാരണ ജനങ്ങളെ അവരുടെ അഭിവൃദ്ധി വർദ്ധിപ്പിച്ച് സാമ്പത്തിക സാംസ്കാരിക ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സമിതിയാണ് സ്വാശ്രയ സംഘങ്ങൾ. നിലവിൽ 29 സ്വാശ്രയ സംഘങ്ങളും ഒരു സീനിയർ സിറ്റിസൺ ഗ്രൂപ്പും 6 ബാലജ്യോതി സംഘങ്ങളും യൂണിറ്റിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നു. ഈ വർഷം പുതിയതായി 5 സംഘങ്ങളും ഒരു ബാലജ്യോതി ഗ്രൂപ്പും രൂപീകരിക്കാൻ യൂണിറ്റിന് സാധിച്ചു. നിലവിലെ സംഘങ്ങൾ അശ്വതി, ഉഷസ്, മേരി ക്വീൻ, പ്രതീക്ഷ, ഫ്രണ്ട്സ്, അനുഗ്രഹ, പുലരി, അഞ്ജലി, നിലാവ്, ദീപം, ശ്രുതി, അക്ഷയ, കാരുണ്യ, അമൃത, വിസ്മയ, ഒരുക്കം, ഐശ്വര്യ, നവോദയ, നക്ഷത്ര, നന്മ, അമിഗോസ്, സൗഭാഗ്യ, സെൻറ് ജോൺസ്, നവനീതം, ചൈതന്യ, ജ്യോതി, വിഭഞ്ചിക, സാന്ത്വനം, ജ്യോതിസ്. ബാലജ്യോതി സംഘം പൂമൊട്ട്, മലർവാടി, അമ്പിളി, ലിറ്റിൽ ഫ്ലവർ, ഏഞ്ചൽസ്, സ്നേഹദീപം. പീപ്പിൾസ് ബാങ്ക് അംഗങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിലും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തി ജീവിതം കരുപിടിപ്പിക്കുന്നതിനുമുള്ള പദ്ധതിയാണിത്. ഇതിൽ നിലവിൽ 312 അംഗങ്ങൾ നിക്ഷേപകരായിട്ടുണ്ട്. വായ്പാ പദ്ധതി ബാങ്കുകളിലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ലോണുകൾ ലഭിക്കുന്നതിന് ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലായ്മ ചെയ്ത് അംഗങ്ങളുടെ അപേക്ഷ സ്വീകരിച്ച് അവരുടെ പദ്ധതികൾക്കനുസരിച്ച് ഏറ്റവും വേഗത്തിൽ ആവശ്യമായ തുക ലോണായി കൊടുക്കുകയും ചെയ്യുന്നു. സംരംഭങ്ങൾ ഈ വർഷം പുതിയതായി 2 സംരംഭങ്ങൾ ആരംഭിച്ചു. ദീപസംഘം ചൂല് നിർമ്മാണം, ബേക്കറി, അക്ഷയ സംഘം ഫാൻസി കട,
നിലവിൽ 8 സംരംഭങ്ങൾ യൂണിറ്റിന് കീഴിലായി പ്രവർത്തിച്ചു വരുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. സീനിയർ സിറ്റിസൺ. പ്രായമായവർ സമൂഹത്തിനും കുടുംബത്തിനും ബാധ്യതയാകുന്ന ഈ കാലഘട്ടത്തിൽ ശ്രേയസ് എന്ന സംഘടനയിലൂടെ അവർക്ക് സന്തോഷപ്രദമാക്കുന്നതിന് വേണ്ടി ടൂർ പ്രോഗ്രാം, കൂട്ടായ്മ, വിവാഹ വാർഷികം, ജന്മദിനം എന്നിവ ആഘോഷിക്കുവാൻ സാധിക്കുന്നു. ബാലജ്യോതി. കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുകയും മൂല്യബോധമുള്ള തലമുറയെ വാർത്തെടുക്കുന്നതിനും സമ്പാദ്യശീലം വളർത്തുന്നതിനുമായി രൂപീകരിച്ച പദ്ധതിയാണ് ബാലജ്യോതി. 6 ബാലജ്യോതി സംഘങ്ങൾ കൂടാതെ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി 10,000 രൂപ പലിശരഹിത ലോൺ അനുവദിച്ചു വരുന്നു. സെസ് വിദ്യാജ്യോതി. തൊഴിലധിഷ്ഠിത കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സാമ്പത്തികമായി സഹായിക്കുന്നതിനുള്ള പദ്ധതിയാണ് സെസ്. ഇതിലൂടെ 25,000 രൂപ വരെ പലിശരഹിത ലോണുകൾ കൊടുത്തുവരുന്നു. ഏരിയ മീറ്റിംഗ്. ഈ വർഷം മുറമ്പാത്തി, തോട്ടുമുഴി, പുല്ലുരാമ്പാറ ഭാഗങ്ങളിലായി 12 സംഘങ്ങളെ ഉൾച്ചേർത്തുകൊണ്ട് ഏരിയ മീറ്റിംഗ് നടത്തുകയുണ്ടായി. സംഘവാർഷികം. ഈ വർഷം 5 സംഘങ്ങൾ വാർഷികം വിപുലമായ പരിപാടികളുടെ നടത്തുകയുണ്ടായി. സ്റ്റാഫ് മീറ്റിംഗ്. എല്ലാ മാസവും ഇങ്ങാപ്പുഴ മേഖലാ ഓഫീസിൽ വെച്ച് നടത്തുന്ന സ്റ്റാഫ് മീറ്റിംഗിൽ CDO ഇന്ദിര ദിവാകരൻ പങ്കെടുക്കുകയും ചർച്ച ചെയ്യുന്ന വിവരങ്ങൾ കമ്മിറ്റിയെ യഥാസമയം അറിയിച്ചു വരുന്നു. പരിസ്ഥിതി ദിനാചരണം. ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ അച്ചങ്കടവ് പാലം മുതൽ കാഞ്ഞിരപ്പാറ വരെയുള്ള റോഡിൻ്റെ ഇരുവശവും കാടുവെട്ടി ഗതാഗത യോഗ്യമാക്കി. സ്വാതന്ത്ര്യ ദിനാഘോഷം. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പുലിക്കയത്ത് വെച്ച് നടത്തിയ മേഖല സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് യൂണിറ്റിൽ വെച്ച് മുതിർന്നവർക്കും കുട്ടികൾക്കുമായി ക്വിസ് മത്സരങ്ങൾ നടത്തി വിജയികൾക്ക് മൊമൻറ്റോ നൽകുകയും ചെയ്തു. ഇതോടനുബന്ധിച്ച് മേഖലയിൽ വെച്ച് നടത്തിയ ക്വിസ് മത്സരത്തിൽ പങ്കുചേർന്ന് മുറമ്പാത്തി യൂണിറ്റ് 4ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. ഓണാഘോഷം. ഓഗസ്റ്റ് 30 യൂണിറ്റിൽ വെച്ച് എല്ലാ സംഘങ്ങളും ചേർന്ന് ഓണാഘോഷം സമുചിതമായി നടത്തി. കലാമത്സരങ്ങൾ, കായിക മത്സരങ്ങൾ എന്നിവയിൽ അംഗങ്ങൾ സജീവമായി പങ്കുചേർന്നു. തുടർന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. ഗാന്ധി ജയന്തി. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയോട് അനുബന്ധിച്ച് അച്ചങ്കടവ് പാലം മുതൽ പുതിയടത്തുപടി വരെയുള്ള റോഡിൻ്റെ ഇരുവശവും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് അത് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി. നേതൃത്വ പരിശീലനം. നവംബർ 1 അംഗങ്ങൾക്കായി യൂണിറ്റിൽ വെച്ച് നേതൃത്വ പരിശീലനം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മില്ലി മോഹൻ പരിശീലന ക്ലാസ് നയിച്ചു. പ്രസ്തുത പരിപാടിയിൽ 50ഓളം പേർ പങ്കെടുത്തു. ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷം. യൂണിറ്റിൽ വെച്ച് ഡിസംബർ 30 ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷം വിവിധ കലാപരിപാടികളോടെ ഗംഭീരമായി നടത്തപ്പെട്ടു. കരോൾ ഗാനം 4 സംഘങ്ങൾ അവതരിപ്പിച്ചു. തുടർന്ന് സ്നേഹവിരുന്ന് നടത്തി. പ്രസ്തുത പരിപാടിയിൽ 100ഓളം അംഗങ്ങൾ പങ്കെടുത്തു. ടൂർ പ്രോഗ്രാം. യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഊട്ടിക്ക് വിനോദയാത്ര സംഘടിപ്പിച്ചു. വളരെയേറെ സന്തോഷപ്രദമായ യാത്ര അംഗങ്ങൾ ആസ്വദിച്ചു. പ്രസ്തുത യാത്രയിൽ 48 അംഗങ്ങൾ പങ്കെടുത്തു. ഹെൽത്ത് ക്ലാസ്. യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മേരി ക്വീൻ സംഘത്തിൽ വെച്ച് ഹെൽത്ത് ക്ലാസ് സംഘടിപ്പിച്ചു. ക്ലാസ് നയിച്ചത് കോടഞ്ചേരി ഹെൽത്ത് സെന്ററിലെ സിസ്റ്റർ ബിന്ദുവായിരുന്നു. പ്രതീക്ഷാ സംഘത്തിൽ വെച്ച് ജീവിതശൈലിയെക്കുറിച്ചും ഭക്ഷണ രീതിയെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസ് നടത്തി. പ്രസ്തുത ക്ലാസ് നയിച്ചത് നരിക്കുനി ഹെൽത്ത് സെന്ററിൽ നിന്നും വന്ന രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം അംഗങ്ങളാണ്. വനിതാ ദിനം. യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മേരി ക്വീൻ സംഘത്തിൽ വെച്ച് മാർച്ച് 8 വനിതാ ദിനം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അന്നക്കുട്ടി ദേവസ്യ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ബേബി വളയത്തിൽ, മേഖലാ കോഓർഡിനേറ്റർ ശ്രീമതി ലിസി റെജി, യൂണിറ്റ് പ്രസിഡന്റ് പ്രിൻസ് പുത്തൻകണ്ടം, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ബെന്നി കണിയാകുടി, CDO ഇന്ദിര ദിവാകരൻ, സെക്രട്ടറി ജിഷ ജോർജ്, സംഘം പ്രസിഡന്റ് ബീന എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ശ്രീമതി ലിസി റെജി വനിതാ ദിനം സന്ദേശം നൽകി. ചടങ്ങിൽ ആശാഭവനിലെ മദർ സിസ്റ്റർ റാണിറ്റ, സിസ്റ്റർ റെനി, പഞ്ചായത്ത് പ്രസിഡന്റ് അന്നക്കുട്ടി ദേവസ്യ, കോർഡിനേറ്റർ ശ്രീമതി ലിസി റെജി, CDO ഇന്ദിര ദിവാകരൻ എന്നിവരെ പൊന്നാട അണിയിച്ചു. യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ, സംഘം ഭാരവാഹികൾ എന്നിവർ നേതൃത്വം വഹിച്ചു. തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും ഉണ്ടായിരുന്നു. 50ഓളം അംഗങ്ങൾ പങ്കെടുത്തു.
പ്രസ്തുത പരിപാടിയിൽ പ്രതീക്ഷാ സംഘാംഗങ്ങളും സജീവമായി പങ്കുചേർന്നു. പച്ചക്കറി വിളവെടുപ്പ്. പുല്ലുരാംപാറ കുമ്പിടാൽ ഭാഗത്ത് പ്രവർത്തിക്കുന്ന ശ്രുതി സംഘത്തിലെ ഷീജ ബോബിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന പച്ചക്കറി കൃഷി വിളവെടുപ്പ് നടത്തി. മേഖലാ യൂണിറ്റ് ഭാരവാഹികൾ പങ്കെടുത്തു. ജലദിനം. ശ്രേയസ് മുറമ്പാത്ത് യൂണിറ്റും അമിഗോസ് മേരി ക്വീൻ സംഘങ്ങളും ചേർന്ന കോടഞ്ചേരി തിരുവമ്പാടി റോഡിൽ പുതിയടത്ത് പടിയിലുള്ള തോട് നവീകരിച്ച് തടയിണ നിർമ്മിച്ചു. മേഖലാ ഡയറക്ടർ ഫാദർ തോമസ് മണിത്തോട്ടം, മേഖലാ കോർഡിനേറ്റർ, യൂണിറ്റ് ഭാരവാഹികൾ, സംഘാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. മാതൃദിനം. മെയ് 8 മാതൃദിനം ആഘോഷിച്ചു. അന്നേ ദിവസം ഏറ്റവും പ്രായം കൂടിയ ശ്രേയസിന്റെ അംഗങ്ങളായ 15ഓളം അമ്മമാരെ മൊമന്റോ നൽകി ആദരിച്ചു. യൂണിറ്റ് ഓഡിറ്റിംഗ്. വർഷത്തിൽ അർദ്ധവാർഷിക, വാർഷിക ഓഡിറ്റിംഗ് സമയബന്ധിതമായി നടത്തി കണക്കുകൾ കൃത്യമാക്കി വരുന്നു. രോഗി സഹായം. സമൂഹത്തിലെ രോഗികളായ പാവപ്പെട്ട വ്യക്തികളെ ശ്രേയസിന്റെ നേതൃത്വത്തിൽ സാമ്പത്തികമായ സഹായം നൽകി വരുന്നു. യൂണിറ്റ് ഓഫീസ് നവീകരണം. മുറമ്പാത്തി യൂണിറ്റ് ഓഫീസ് ഹാൾ ടൈൽസ് ഇട്ട് മനോഹരമാക്കി. ഏതൊരു പരിപാടിക്കും ഉപയോഗിക്കുന്നതിനുള്ള മൈക്ക് ലാപ്ടോപ്പ് സ്വന്തമായി വാങ്ങുവാൻ കഴിഞ്ഞു. ഇതിനെല്ലാം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാ ശ്രേയസ് അംഗങ്ങളോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. മേഖലാ നേതൃത്വ പരിശീലനം. മേഖലയുടെ നേതൃത്വത്തിൽ ഈങ്ങാമ്പുഴ സ്കൈലാർക്കിൽ വെച്ച് എല്ലാ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളെയും ചേർത്ത് ജനുവരി മാസത്തിൽ നേതൃത്വ പരിശീലന ക്ലാസ് നടത്തുകയുണ്ടായി. ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിഡ് ആലിങ്കൽ ക്ലാസുകൾ നയിച്ചു. പ്രസ്തുത പരിപാടിയിൽ ബത്തേരി രൂപത കോർ എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട മോൺസിഞ്ഞൂർ സെബാസ്റ്റ്യൻ കീപ്പള്ളിയെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. സാമൂഹ്യ സേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയ ഇന്ദിരാ ദിവാകരൻ, മേഖലാ പ്രവർത്തനങ്ങൾക്ക് മികവുറ്റ നേതൃത്വം നൽകിയ മേഖലാ പ്രോഗ്രാം ഓഫീസർ ലിസി റെജി എന്നിവരെ പൊന്നാടി അണിയിച്ചും മെമൻഡോ നൽകിയും ആദരിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ആദരാഞ്ജലികൾ. ബത്തേരി രൂപത ശ്രേയസ് കോഴിക്കോട് മേഖലയിൽ അതിശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന് കഴിഞ്ഞ 29 വർഷമായി മേഖലാ കമ്മിറ്റിയോട് ഉൾച്ചേർന്ന് ധീരോദത്തമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുകയും എല്ലാ യൂണിറ്റ് ശ്രേയസ് കുടുംബാംഗങ്ങളെയും ചേർത്ത് പിടിച്ച് സ്നേഹനിർഭരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായി തീർന്ന മേഖലാ കോർഡിനേറ്റർ ശ്രീമതി ലിസി റെജിക്ക് മുറമ്പാത്തി ശ്രേയസ് കുടുംബത്തിൻ്റെ കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ. ഉപസംഹാരം. ബത്തേരി രൂപതയുടെ സാമൂഹ്യ സേവന സംഘടനയായ ശ്രേയസ് മുറമ്പാത്തി സെന്റ് ജോൺസ് ദേവാലയത്തോട് ചേർന്ന് അതിശക്തമായി പ്രവർത്തിച്ചു വരുന്നു. ഈ നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുവരുന്ന ബത്തേരി രൂപതയുടെ അധ്യക്ഷൻ റെവറൽ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പൊലീത്തായോടും ശ്രേയസ് രൂപത എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിഡ് ആലിങ്കൽ, മേഖലാ ഡയറക്ടർ ഫാദർ തോമസ് മണിത്തോട്ടം, യൂണിറ്റ് ഡയറക്ടർ ഫാദർ മാർട്ടിൻ വിലങ്ങുപാറ, മേഖലാ പ്രവർത്തകർ, യൂണിറ്റ് പ്രസിഡന്റ് പ്രിൻസ് പുത്തൻകണ്ടം, കമ്മിറ്റി അംഗങ്ങൾ, CDO ഇന്ദിരാ ദിവാകരൻ, ശ്രേയസ് കുടുംബാംഗങ്ങൾ എന്നിവരെ നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങളുടെ ചിന്തയ്ക്കും വിചിന്തനത്തിനുമായി ഈ വാർഷിക റിപ്പോർട്ട് പൊതുജന സമക്ഷം സമർപ്പിക്കുന്നു എന്ന് കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറി ജിഷ ജോർജ്, 12/5/2026, മുറമ്പാത്തി.